1995 നവംബർ 9, ആൻകറേജ്, അലാസ്ക. അന്ന് രാവിലെ ആൻകറേജ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ 2 ഉദ്യോഗസ്ഥർ കാറിൽ പെട്രോളിംഗിലായിരുന്നു. തണുപ്പ് -ഡിഗ്രിയിലായിരുന്നതിനാൽ നഗരത്തിന്റെ പല ഭാഗങ്ങളും മഞ്ഞു മൂടിക്കിടക്കുകയാണ്. ഈ സമയത്താണ് ആൻകറേജ് സിറ്റിയിലെ ഒരു പബ്ലിക് പാർക്കിന് മുന്നിൽ ആരോ ഒരാൾ കിടക്കുന്നത് ആ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുറത്തിത്രയും തണുപ്പുള്ള സമയത്ത് ഒരാൾ നിലത്ത് കമിഴ്ന്നു കിടക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ അവർ ഉടനെ കാർ നിർത്തുകയും അവിടെ ചെന്ന് നോക്കുകയും ചെയ്തു. അപ്പോഴാണ് അതൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് എന്നുള്ള വിവരം അവർ തിരിച്ചറിഞ്ഞത്. ആ സമയം വരെ അങ്ങനെയൊരു ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല. നല്ല തണുപ്പുള്ള സമയമായിരുന്നതിനാൽ ആളുകൾ രാവിലെ പുറത്തിറങ്ങി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ തലേ ദിവസം രാത്രിയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡെഡ് ബോഡി ആദ്യമായി കണ്ടത് ആ പോലീസുകാർ തന്നെയായിരിക്കും. അവർ ആ ഡെഡ് ബോഡി കിടന്നിരുന്ന സ്ഥലം വിശദമായി പരിശോധിച്ചു. കാര്യമായ തെളിവുകളൊന്നുമില്ല. വാഹനത്തിന്റെ ടയർ മാർക്കുകളോ ആളുകൾ വന്നുപോയതിന്റെ ബൂട്ട് പ്രിന്റുകളോ അടുത്തൊന്നും കാണുന്നില്ല. ആ സ്ത്രീയുടെ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തേറ്റ വലിയൊരു മുറിവ് കണ്ടതോടെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് ഉറപ്പായി. അവരുടനെ ഹയർ ഒഫീഷ്യൽസിനെ വിവരമറിയിച്ചു. കൂടുതൽ പോലീസുകാരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡെഡ് ബോഡി കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് തന്നെ മറ്റെവിടെയോ വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം ഡെഡ് ബോഡി ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കാനാണ് സാധ്യത. പക്ഷേ വാഹനത്തിന്റെ ടയർ മാർക്കോ ബൂട്ട് പ്രിന്റുകളോ ഒന്നും ലഭിക്കാതിരുന്നത് കേസന്വേഷണത്തെ സങ്കീർണമാക്കി. ഇനി മരിച്ചതാരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ കേസന്വേഷണം മുന്നോട്ടു പോകൂ. പോലീസ് അത് കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. മരിച്ച സ്ത്രീയുടെ ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അയച്ചു. ലഭിച്ച ഫിംഗർ പ്രിന്റ് ആഫീസിൽ അപ്ലോഡ് ചെയ്തു. അമേരിക്കൻ പോലീസിന്റെ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തെയാണ് ആഫീസ് എന്ന് പറയുന്നത്. ക്രിമിനൽസിന്റെ അല്ലാതെ സിവിലിയൻസിന്റെയും ധാരാളം ഫിംഗർ പ്രിന്റ്സ് ലഭ്യമാണ് എന്നുള്ളതാണ് ആഫീസിന്റെ പ്രത്യേകത. പരിശോധനയിൽ അവർക്കൊരു മാച്ച് ലഭിച്ചു. ഇതോടെ മരിച്ചിരിക്കുന്നത് 34 വയസ്സുള്ള കാതറിൻ ഹാംസ് എന്ന സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞു. അലാസ്കയുടെ ക്യാപിറ്റൽ സിറ്റിയായ ജൂനോയിൽ നിന്നും ജോലി സംബന്ധിച്ച കാര്യങ്ങൾക്കായി ആൻകറേജിലെത്തിയ കാതറിൻ ഹാംസ് എങ്ങനെ കൊല ചെയ്യപ്പെട്ടു? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1961 സെപ്റ്റംബർ 16 അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് കാതറിൻ ഹാംസ് ജനിച്ചത്. പിന്നീടാണ് കുടുംബം അലാസ്കയുടെ ക്യാപിറ്റൽ സിറ്റിയായ ജൂനോയിലേക്ക് താമസം മാറ്റിയത്. 1995 കാതറിൻ ഹാംസിന് ആൻകറേജിലുള്ള ടോങ്കസ് നാഷണൽ പാർക്കിൽ ജോലി ലഭിച്ചതോടെയാണ് അവൾ ആൻകറേജിലെത്തിയത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആൻകറേജിൽ അവളുടെ കൃത്യമായ അഡ്രസ്സൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം പല സുഹൃത്തുക്കളോടൊപ്പവും മാറി മാറിയാണ് അവൾ താമസിച്ചു വന്നിരുന്നത്. കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുൻപ് വീട്ടിലേക്ക് വിളിച്ച കാതറിൻ അമ്മയോട് വളരെ ഇമോഷണലായി സംസാരിച്ചിരുന്നു. എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു, അമ്മയുടെ സഹായം എനിക്ക് ആവശ്യമാണ്, എത്രയും പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തും എന്നെല്ലാം പറഞ്ഞാണ് കാതറിൻ അന്ന് ഫോൺ വെച്ചത്. പിന്നീട് അവളുടെ മരണവാർത്തയാണ് പാരന്റ്സ് അറിയുന്നത്. നെഞ്ചിലായിട്ടുള്ള ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നെഞ്ചിൽ ഇത്രയും വലിയ മുറിവുണ്ടായിട്ടും അതിനു മാത്രമുള്ള ചോരയൊന്നും ആ മുറിവിനു ചുറ്റുമുള്ള ശരീരഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇതിന് കാരണമായി മെഡിക്കൽ എക്സാമിനർ പറഞ്ഞത് കില്ലർ അവളുടെ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തിയതിനു ശേഷം ചോര ഡയറക്റ്റായി ആ കത്തിയിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങുന്ന വിധത്തിൽ അവളെ എവിടെയോ കമിഴ്ത്തി കിടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ചോര അവളുടെ ഡ്രസ്സിലോ ശരീരഭാഗങ്ങളിലോ ആവാതിരുന്നത്. കാതറിന്റെ ശരീരത്തിൽ പല ഭാഗത്തും അടിയേറ്റതിന്റെ ചതവുകളുണ്ടായിരുന്നു. ലൈംഗിക അതിക്രമം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. ഇതോടെ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്നും ഡെഡ് ബോഡിയിലെ മുറിവുകളും ചതവുകളുമെല്ലാം കാണുമ്പോൾ കില്ലറിന് കാതറിനോട് അടങ്ങാത്ത ദേഷ്യമുണ്ടായിരുന്നു എന്നും പോലീസ് ചിന്തിക്കുന്നു. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയ മറ്റൊരു കാര്യം വിക്ടിമിന്റെ ദേഹത്ത് ഡിഫെൻസീവ് വൂൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. സാധാരണ ഒരാൾ കത്തിയുമായി കുത്താൻ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും അത് പ്രതിരോധിക്കാൻ ശ്രമിക്കും. അങ്ങനെ പ്രതിരോധിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിലായിരിക്കും ഡിഫെൻസീവ് വൂൺസ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ.
എന്നാൽ കാതറിൻ ഹാംസിന്റെ കൈകളിൽ ഡിഫെൻസീവ് വൂൺസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് മനസ്സിലായത്. കാതറിന്റെ ശരീരത്തിൽ അമിതമായ അളവിൽ ഫ്ലെക്സറിൽ എന്നൊരു മരുന്നിന്റെ സാന്നിധ്യം മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു. മസിൽ പെയിൻ വരുന്ന സമയത്തെല്ലാം സാധാരണയായി ഉപയോഗിക്കുന്ന പെയിൻ കില്ലർ ടാബ്ലറ്റ് ആണ് ഫ്ലെക്സറിൽ. ഇത് അമിതമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല, അത് മയക്കമുണ്ടാക്കും. കില്ലർ കാതറിൻ ഹാംസിന് ഈ മരുന്ന് അമിതമായി കൊടുത്തതിന് ശേഷമായിരിക്കും കൊലപാതകം നടത്തിയത്. അതുകൊണ്ടായിരിക്കും അവൾക്കൊന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയാതിരുന്നത് എന്നാണ് പോലീസ് ചിന്തിച്ചത്. കാതറിന് നല്ല പരിചയമുള്ള ആള് തന്നെയാണ് കില്ലർ എന്നുള്ള സംശയം പോലീസിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അവളെ മയക്കി കിടത്താനായി ഫ്ലെക്സറിൽ ടാബ്ലറ്റ് കഴിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി അറിഞ്ഞതോടെ അവരത് ഉറപ്പിച്ചു. ഇതോടെ കാതറിൻ ഹാംസിന് പരിചയമുള്ളവരിൽ ആർക്കാണ് അവളോട് ഇത്രത്തോളം ദേഷ്യമുണ്ടാവാൻ സാധ്യത എന്ന് കണ്ടെത്തി അവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. അവളുടെ എക്സ് ഹസ്ബൻഡ് തന്നെയാണ് ഈ ലിസ്റ്റിൽ ആദ്യം ഇടം പിടിച്ചത്. എന്നാൽ കാതറിൻ കൊല ചെയ്യപ്പെട്ട ദിവസം ഇയാൾ അലാസ്കയിൽ നിന്നും വളരെ ദൂരത്തുള്ള മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ഇതോടെ അയാളെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. ആൻഗ്രേജ് സിറ്റിയിലുള്ള കാതറിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും അതും കാര്യമായി ഫലം കണ്ടില്ല. ഇതോടെ പോലീസ് കാതറിൻ ഹാംസിന്റെ ഫോട്ടോകൾ ഉൾപ്പെടുത്തി പത്രങ്ങളിൽ വലിയ വാർത്തകൾ കൊടുത്തു. ഈ ഫോട്ടോയിൽ കാണുന്ന കാതറിൻ ഹാംസ് എന്ന 34 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമറിയുന്നവർ ആൻഗ്രേജ് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടണമെന്നറിയിച്ചുകൊണ്ടുള്ള വാർത്തയാണ് കൊടുത്തത്. പത്രങ്ങളിൽ വാർത്ത വന്നതോടെ ആ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ വിളിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പറഞ്ഞു. ഞാൻ 2 ദിവസം മുൻപ് കാതറിൻ ഹാംസുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നു. ഒരു ദിവസം രാത്രി മുഴുവൻ അവൾ എന്റെ ഫ്ളാറ്റിലുണ്ടായിരുന്നു. അവൾ മയക്കുമരുന്നിന് അടിമയാണോ എന്നുള്ള സംശയം എനിക്കുണ്ട് എന്നും അടുത്ത ദിവസം രാവിലെ ഒരു 4 മണിയോടെ എഴുന്നേറ്റ കാതറിൻ പെട്ടെന്ന് റെഡിയാവുകയും ഒരു ടാക്സി വിളിച്ച് എന്റെ ഫ്ളാറ്റിൽ നിന്നും പോയി എന്നുമാണ് അയാൾ പോലീസുകാരെ അറിയിച്ചത്. കാതറിൻ ഹാംസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസോ അഡ്രസ്സോ ഒന്നും അയാളുടെ കൈവശമുണ്ടായിരുന്നില്ലെങ്കിലും അന്നവൾ ഏത് ടാക്സി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കാറിലാണ് പോയത് എന്ന് അയാൾക്കറിയാം. അയാളിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത പോലീസ് അപ്പോൾ തന്നെ ആ ടാക്സി കമ്പനിയുടെ ആൻഗ്രേജിലുള്ള ഓഫീസ് കണ്ടെത്തുകയും അന്ന് കാതറിൻ ഹാംസ് ഏത് ടാക്സിയിലാണ് കയറിപ്പോയത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ ടാക്സി ഡ്രൈവർ പറഞ്ഞുകൊടുത്തത് പ്രകാരം കാതറിൻ ഹാംസിനെ ഇറക്കിവിട്ട അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഏതാണെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. അവിടെ നടത്തിയ അന്വേഷണത്തിൽ ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ 31 നമ്പർ അപ്പാർട്ട്മെന്റിലാണ് കാതറിൻ താമസിച്ചിരുന്നത് എന്ന് മനസ്സിലായി. അത് യഥാർത്ഥത്തിൽ കാതറിന്റെ അപ്പാർട്ട്മെന്റ് അല്ല, അവിടെ മറ്റൊരു സ്ത്രീയായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ കൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കാതറിൻ താമസിച്ചു വരുന്നത്. 31 നമ്പർ അപ്പാർട്ട്മെന്റിലെത്തിയ പോലീസ് അവിടെ താമസിച്ചിരുന്ന സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മൗറിൻ മലോയ് എന്നാണ് അവിടെ താമസിച്ചിരുന്ന സ്ത്രീയുടെ പേര്. കാതറിൻ ഹാംസിനെ എനിക്ക് നല്ല പരിചയമുണ്ടെന്നും കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് വരെ അവൾ എന്നോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് എന്നും അവളുടെ സ്വഭാവം അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവളെ ഇറക്കി വിടേണ്ടി വന്നതാണ് എന്നുമായിരുന്നു മൗറിൻ മലോയ് പോലീസുകാരോട് പറഞ്ഞത്. എന്തായിരുന്നു നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നം എന്നുള്ളത് ഡീറ്റെയിൽ ആയി പറയാൻ പോലീസുകാർ അവരോട് ആവശ്യപ്പെട്ടു. ഹസ്ബൻഡുമായി ഡിവോഴ്സ് ആയതിനു ശേഷം മൗറിൻ അവളുടെ 2 മക്കളുമായാണ് അവിടെ താമസിച്ചു വന്നിരുന്നത്. ഈ സമയത്താണ് അവളുടെ സുഹൃത്തായ കാതറിൻ ഹാംസ് ആൻഗ്രേജിലുള്ള ടോങ്കസ് നാഷണൽ പാർക്കിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് ആ നഗരത്തിലേക്ക് എത്തിയത്. പല സുഹൃത്തുക്കളുടെ കൂടെ മാറി മാറി താമസിച്ചിരുന്ന കാതറിൻ മൗറിൻ മാലോയിന്റെ അപ്പാർട്ട്മെന്റിലും എത്തി. ഒരു മടിയും കൂടാതെയാണ് മൗറിൻ കാതറിൻ ഹാംസിനെ അവളുടെ കൂടെ താമസിപ്പിച്ചത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും കാതറിൻ ഒരു ശല്യമായി മാറാൻ തുടങ്ങി. ഒരേ സമയം നിരവധി പുരുഷന്മാരുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്ന കാതറിൻ അവരിൽ ചിലരെ മൗറിന്റെ അപ്പാർട്ട്മെന്റിലേക്കും കൊണ്ടുവരാൻ തുടങ്ങിയതോടെയാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഇതേ തുടർന്ന് ഞാൻ അവളെ എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും പറഞ്ഞു വിട്ടു എന്നും അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല, പിന്നീട് പത്രങ്ങളിലൂടെയാണ് അവൾ കൊല ചെയ്യപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞത് എന്നുമായിരുന്നു മൗറിൻ മലോയ് പോലീസുകാരോട് പറഞ്ഞത്. എന്നാൽ അപ്പാർട്ട്മെന്റിൽ നിന്നും പറഞ്ഞു വിട്ടതിനു ശേഷം മൗറിൻ അവളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് നുണയാണെന്ന് പോലീസുകാർക്കറിയാമായിരുന്നു. കൊല ചെയ്യപ്പെടുന്നതിന്റെ തലേ ദിവസം മൗറിന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ് കാതറിൻ ടാക്സിയുമായി വന്നത്. ആ ടാക്സി ഡ്രൈവർ പറഞ്ഞുകൊടുത്ത വിവരങ്ങൾ വെച്ചാണ് പോലീസ് മൗറിൻ മലോയിലേക്ക് എത്തിയത് തന്നെ. ഇതേക്കുറിച്ച് പോലീസ് മൗറിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, കേസിന് പുറകിൽ നടക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ പിന്നീട് കണ്ടിട്ടില്ല എന്ന് നുണ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് നടന്നത് എന്ന് ഞാൻ തുറന്നു പറയാമെന്ന് പറഞ്ഞ മൗറിൻ ബാക്കി കാര്യങ്ങൾ വെളിപ്പെടുത്തി. 1995 നവംബർ 8 അതിരാവിലെ തന്നെ കാതറിൻ ഒരു ടാക്സിയുമായി എന്റെ അപ്പാർട്ട്മെന്റിന് താഴെയെത്തി.
ആ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധം അവൾ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു. സെക്യൂരിറ്റി വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് കാതറിൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അവളെ എൻ്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കൊണ്ടുപോവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ അവളെ ഞാൻ എൻ്റെ കാറിനകത്ത് കയറ്റി. സെക്യൂരിറ്റിയുടെ ഉൾപ്പെടെ സഹായത്താലാണ് എനിക്ക് അവളെ എൻ്റെ കാറിനകത്ത് കയറ്റാൻ സാധിച്ചത്. അവൾ അത്രയും ഡോസായിരുന്നു. കാതറിൻ ഹാംസിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇറക്കിവിടാമെന്ന് കരുതിയാണ് ഞാൻ അവളെ കാറിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോയത്. എന്നാൽ അവൾക്കതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പകുതി വഴിയിൽ വെച്ച് കാർ നിർത്താൻ അവൾ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ കാർ നിർത്തിയതോടെ അവൾ പുറത്തിറങ്ങി അതിവേഗത്തിൽ എങ്ങോട്ടോ നടന്നുപോയി. അവൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും ഞാൻ നോക്കിയില്ല. തിരിച്ച് ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വന്നു എന്നാണ് മൗറീൻ മലോയ് പോലീസിനെ അറിയിച്ചത്. മൗറീൻ പറഞ്ഞത് സത്യമാണെന്നും ഞാനും സഹായിച്ചാണ് കാതറിനെ ആ കാറിനകത്ത് കയറ്റിയത് എന്നും അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരനും സാക്ഷ്യപ്പെടുത്തി. പക്ഷേ ആദ്യം നുണ പറഞ്ഞതുകൊണ്ട് തന്നെ മൗറീൻ മലോയിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അപ്പാർട്ട്മെന്റിനകത്ത് പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഇതിൽ ഒരു റൂമിനകത്ത് ബെഡിനോട് ചേർന്നുള്ള ചുമരിൽ ചെറിയ രീതിയിലുള്ള ചോരപ്പാടുകൾ കണ്ടെത്തി. അത് തെളിവായി ശേഖരിച്ച പോലീസ് DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അത് കാതറിൻ ഹാംസിന്റെ ബ്ലഡ് തന്നെയാണെന്ന് കണ്ടെത്തി. എന്നാൽ ആ തെളിവ് കേസിനെ സഹായിച്ചില്ല. കാരണം ആ വീട്ടിൽ കാതറിൻ താമസിച്ചപ്പോൾ ഉപയോഗിച്ച റൂമായിരുന്നു അത് അവളുടെ കയ്യിലോ മറ്റോ ചെറിയ മുറിവായപ്പോൾ നഷ്ടപ്പെട്ട ബ്ലഡ് ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം കാതറിന്റെ നെഞ്ചിൽ ആഴത്തിൽ കത്തി കുത്തിയിറക്കിയാണ് അവളെ കൊന്നിരിക്കുന്നത്. ആ വീടിനകത്ത് വെച്ചാണ് കൊലപാതകം നടന്നതെങ്കിൽ ധാരാളം ബ്ലഡ് ആ റൂമിനകത്ത് ആവേണ്ടതാണ്. എന്നാൽ പോലീസ് കണ്ടെത്തിയ ബ്ലഡിന്റെ സാന്നിധ്യം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മൗറീൻ മലോയ് പറഞ്ഞതെല്ലാം സത്യമാണെന്നും അവരെ സംശയിക്കേണ്ട കാര്യമില്ല എന്നും പോലീസ് ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് 3200ഓളം കിലോമീറ്ററിനപ്പുറത്തു നിന്നും പോലീസിനെ തേടി ഒരു ഫോൺ കോൾ വന്നത്. ആ ഫോൺ കോളാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായത്. ആൻഗ്രേജിൽ നടന്ന കാതറിൻ ഹാംസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ന്യൂസ് റിപ്പോർട്ടുകൾ പത്രത്തിൽ കണ്ടതോടെയാണ് വാഷിംഗ്ടണിൽ നിന്നും ഒരു സ്ത്രീ പോലീസിനെ വിളിച്ചത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: 2 ദിവസം മുൻപ് ആൻഗ്രേജിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു പാഴ്സൽ അയച്ചിരുന്നു. അതിനകത്ത് മുഴുവൻ ഒരു സ്ത്രീ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളായിരുന്നു. അവളുടെ ഹാൻഡ് ബാഗ്, വാലറ്റ്, ബുക്സ്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ ധാരാളം സാധനങ്ങളായിരുന്നു ആ പാഴ്സലിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് നോക്കിയപ്പോഴാണ് കാതറിൻ ഹാംസിന്റെ പേരും ഫോട്ടോയും ഞാൻ കണ്ടത്. പെട്ടെന്ന് തന്നെ ഇത് കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ സാധനങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ ഞാൻ പോലീസിനെ വിളിച്ച് കാര്യം പറയാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ആ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞത്. ആരാണ് ആ പാഴ്സൽ അയച്ചത് എന്ന ചോദ്യത്തിന് മൗറീൻ മലോയ് എന്നായിരുന്നു അവരുടെ മറുപടി. കൊലപാതകത്തിന് ഉപയോഗിച്ചതാണ് എന്ന് കരുതുന്ന കത്തിയും ആ പാഴ്സലിൽ ഉണ്ടായിരുന്നു. ഇതോടെ ആൻഗ്രേജ് പോലീസ് വാഷിംഗ്ടണിലെത്തുകയും ആ സ്ത്രീയെ കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്നും ആ പാഴ്സൽ കൈപ്പറ്റുകയും ചെയ്തു. ആ പാഴ്സലിനകത്ത് മൗറീൻ ഒരു കത്തെഴുതി വെച്ചിരുന്നു. ഈ ലോകത്തിൽ ആരെക്കാളും ഞാൻ നിന്നെയാണ് വിശ്വസിക്കുന്നതെന്നും ഈ പാഴ്സലിനകത്തുള്ള സാധനങ്ങൾ നീ കത്തിച്ചു കളയണമെന്നുമായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. ഉടനെ തന്നെ മൗറീൻ മലോയിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ആ പാഴ്സൽ ഞാനല്ല അയച്ചത് എന്നാണ് അവൾ പറഞ്ഞത്. ഇതോടെ ആ പാഴ്സലിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ പോലീസ് ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ആ കത്തിൽ നിന്നും മൗറീൻ മലോയിന്റെ ഫിംഗർ പ്രിന്റ് കണ്ടെത്തുന്നതിൽ ഫോറൻസിക് ടീം വിജയിച്ചു. കില്ലർ ആരാണെന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇനി കൃത്യമായ ഫോറൻസിക് തെളിവുകൾ കണ്ടെത്തി പ്രതിയെ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പൂട്ടണം. അതിനുള്ള ശ്രമമായിരുന്നു അടുത്തത്. നെഞ്ചിനകത്ത് ആഴത്തിൽ കത്തി കുത്തിയിറക്കിയത് മൂലമാണ് മരണം നടന്നിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മർഡർ വെപ്പണാണ് എന്ന് കരുതുന്ന ഒരു കത്തി ആ പാഴ്സലിനകത്തു നിന്നും പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കത്തി ഉപയോഗിച്ച് തന്നെയാണോ കാതറിൻ ഹാംസിന്റെ നെഞ്ചിൽ കുത്തിയത് എന്ന് തെളിയിക്കാനുള്ള ടെസ്റ്റുകളാണ് ഫോറൻസിക് ടീം ആദ്യം നടത്തിയത്. ഫോറൻസിക് ടൂൾ മാർക്ക് എക്സാമിനറായ റോബർട്ട് ജെ ഷെമ്മിനെയാണ് അതിനായി നിയോഗിച്ചത്. കാതറിൻ ഹാംസിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനർ ഡോക്ടർ തോംസണുമായി ബന്ധപ്പെട്ട റോബർട്ട് ആവശ്യമായ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്തു. കാതറിൻ ഹാംസിന്റെ നെഞ്ചിനകത്ത് കുത്തിയിറക്കിയ ആ കത്തി അവളുടെ വാരിയിൽ തകർത്താണ് അകത്ത് കയറിയിരിക്കുന്നത് എന്നാണ് ഡോക്ടർ തോംസൺ പറഞ്ഞത്. ഇതോടെ ആ വാരിയലിൽ നിന്നും ടൂൾ മാർക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് റോബർട്ടിന് ഉറപ്പായി. അദ്ദേഹം കാതറിന്റെ തകർന്ന വാരിയല് പരിശോധനയ്ക്കായി കളക്ട് ചെയ്തു. അതിൽ കത്തി തട്ടി മുറിഞ്ഞ ഭാഗത്ത് മൈക്രോസീൽ എന്ന പേസ്റ്റ് പോലൊരു മെറ്റീരിയൽ തേച്ച് പിടിപ്പിച്ചു. ടൂൾ മാർക്ക് കണ്ടെത്താനായി ഫോറൻസിക് ടീം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് മൈക്രോസീൽ. കാതറിന്റെ വാരിയലിൽ തേച്ചു പിടിപ്പിച്ച മൈക്രോസിൽ ഉണങ്ങിയതിനു ശേഷം അത് നീക്കം ചെയ്തതോടെ ആ വാരിയലിൽ തുളച്ചു കയറിയ കത്തിയുടെ മാർക്ക് ആ മൈക്രോസീലിൽ പതിഞ്ഞു. അതിനുശേഷം മർഡർ വെപ്പണാണ് എന്ന് കരുതുന്ന കത്തി പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു വസ്തുവിൽ കുത്തിയിറക്കി.
അതിനുശേഷം അതിലും മൈക്രോസീൽ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ആ കത്തിയുടെ മാർക്ക് കണ്ടെത്തുന്നു. ഈ 2 മൈക്രോസീലുകളിലെയും മാർക്കുകൾ സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമാക്കിയ റോബർട്ട് മർഡർ വെപ്പൺ മൗറിൻ പാഴ്സൽ ചെയ്തയച്ച കത്തി തന്നെയാണെന്ന് കൺഫേം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് മടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് ശേഷം ആ കത്തി മടക്കി കില്ലർ പോക്കറ്റിലിട്ടിരിക്കാനുള്ള സാധ്യത കൂടി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചതും ഫലം കണ്ടു. മൗറിൻ മലോയിന്റെ വീട്ടിലുള്ള അവൾ സാധാരണ ഉപയോഗിച്ചിരുന്ന ഓവർകോട്ടുകൾ പോലീസ് പരിശോധിച്ചു. അതിലൊന്നിന്റെ പോക്കറ്റിൽ നിന്നും ചോരക്കറ കണ്ടെത്തിയ പോലീസ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെ അത് കാതറിൻ ഹാംസിന്റെ ബ്ലഡ് തന്നെയാണെന്നുള്ള കാര്യം കൺഫേം ചെയ്തു. ഇങ്ങനെ പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഓരോ തെളിവുകളും സൂക്ഷ്മമായി കളക്ട് ചെയ്തതിനു ശേഷമാണ് മൗറിൻ മലോയിന് മേൽ കൊലപാതക കുറ്റം ചുമത്തിയത്. അവൾക്കെതിരായ എല്ലാ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു. ഇനി കണ്ടെത്തേണ്ടത് കൊലപാതകത്തിന്റെ മോട്ടീവാണ്. അതിനുള്ള ശ്രമമായിരുന്നു അടുത്തത്. എല്ലാ പഴുതുകളും അടച്ചുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത്. കൊലപാതകം നടത്തിയത് താനല്ല എന്ന് പറഞ്ഞ് മൗറിൻ പരമാവധി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും അവസാനം അവൾക്ക് എല്ലാ സത്യങ്ങളും തുറന്ന് സമ്മതിക്കേണ്ടതായി വന്നു. മൗറിൻ മലോയിന് കാരി റെന്റിൽ എന്നു പേരുള്ള ഒരു സുഹൃത്തുണ്ട്. ഇവർ രണ്ടാളും ചേർന്ന് പല ഇല്ലീഗൽ ബിസിനസ്സുകളും നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ കാരി റെന്റിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ത്രീയാണെന്നുള്ള വിവരം കാതറിന് മനസ്സിലായി. അവളോടുള്ള കൂട്ട് വേണ്ട എന്ന് കാതറിൻ പലതവണ മൗറിനെ ഉപദേശിച്ചു. എന്നാൽ മൗറിൻ അത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. നീ അവളുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ ഇല്ലീഗൽ ബിസിനസ്സും ഞാൻ പോലീസിനെ അറിയിക്കുമെന്ന് കാതറിൻ പറഞ്ഞത് മൗറിനെ ചൊടിപ്പിച്ചു. തന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന സുഹൃത്താണ് കാതറിൻ എന്ന് പോലും ആലോചിക്കാതെ അവളെ കൊല്ലാൻ മൗറിൻ മലോയ് തീരുമാനിച്ചു. അങ്ങനെയാണ് കാതറിന്റെ ഭക്ഷണത്തിൽ ഫ്ലക്സറിൽ എന്ന മെഡിസിൻ അമിതമായ അളവിൽ കലർത്തി കൊടുത്തത്. ആ ദിവസം ഡേറ്റിംഗിന് പോയ കാതറിൻ തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ മൗറിൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഒരു ടാക്സി എടുത്ത് തിരിച്ചു വന്നു. എന്നാൽ അവളെ തന്റെ കാറിനകത്ത് കയറ്റിയ മൗറിൻ ആൻഗ്രേജിലുള്ള ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഡെഡ് ബോഡി പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സ്വന്തം കൂട്ടുകാരിയുടെ നന്മയാഗ്രഹിച്ച കാതറിൻ ഹാംസിന് പകരം കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. കൊലപാതകം നടത്തുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മൗറിൻ മലോയ് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ കോടതി അവൾക്ക് 159 വർഷത്തെ ജയിൽ ശിക്ഷയാണ് നൽകിയത്. ഇനി മരണം വരെ അവൾക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്.